അപ്പൊ ഈ ഷംസുദ്ദീനും ശ്രീകണ്ഠനും ഞാനും പങ്കെടുക്കുവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് ആ അവലോകന യോഗത്തിൽ നിന്ന് ജനപ്രതിനിധികളെ തന്നെ ഒഴിവാക്കി. കാരണം എന്താ, ഉദ്യോഗസ്ഥരാകുമ്പോ തിരുവായിക്ക് എതിർവായില്ല. മന്ത്രി എന്ത് വിവരക്കേട് പറഞ്ഞാലും ഓംബ്ര എന്ന് പറഞ്ഞ് തലയാട്ടുക മാത്രമേ അവർക്ക് ചെയ്യുവാൻ നിവർത്തികേടുകൊണ്ട് കഴിയുകയുള്ളൂ. അവർക്ക് നല്ല ബോധ്യമുണ്ട്, അവർക്ക് നല്ല മെഡിക്കൽ നോളജ് ഉണ്ട്, പക്ഷേ അവർക്ക് നിവർത്തികേടുണ്ട്. പക്ഷെ ജനപ്രതിനിധികളായി ഞങ്ങൾക്ക് ആ ഓംബ്ര എന്ന് വിളിക്കേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളത് കൊണ്ട് ദോഷം പറയുന്നത് നമ്മളെ മാത്രമല്ല, ഒരൊറ്റ ജനപ്രതിനിധിയെ പോലും വിളിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPM-ന്റെ വിളിച്ചിട്ടില്ല, മറ്റ് MLA-മാർ CPM-ന്റേതാണ് വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. കാരണം ചോദ്യങ്ങളെ ഭയമാണ്. ചോദ്യങ്ങൾ ഉണ്ടായാൽ അപ്പം പ്രഷർ ഷൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ആശുപത്രിയിൽ പോകുന്ന അവസ്ഥ. മന്ത്രിമാരുടെ ആശുപത്രി വാസത്തെ പറ്റിയൊക്കെ ഇന്നലെ ശ്രീ സജി ചെറിയാൻ പറഞ്ഞു. കാര്യം ബാക്കി ഭരണഘടനയൊന്നും അംഗീകരിക്കത്തില്ല എങ്കിലും ചില സമയത്തൊക്കെ അദ്ദേഹം ഒരു സത്യസന്ധനാണ്. അദ്ദേഹം പറഞ്ഞു, സർക്കാർ ആശുപത്രിയിൽ പോയി ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ സ്വകാര്യ ആശുപത്രി ആശ്രയിച്ചത്. ആ സ്വകാര്യ ആശുപത്രി ആശ്രയിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത് എന്ന് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിക്ക് സാക്ഷ്യം വരുന്ന സാഹചര്യം.